അറിഞ്ഞില്ലേ നിങ്ങള്? അല്ലാതെ നമുക്ക് റൂം ചെയ്തിട്ട് തരാം, അല്ലെങ്കിൽ പിന്നെ ഫ്രഷ് ആയ ഒരു ലുക്കിൽ നമുക്ക് ചെയ്യേണ്ടി വരും. കുറച്ചേറെ ഫിസിക്കലി എക്സേർട്ടിങ് ആയിരിക്കും ഇത്. വേണ്ട, ഒരു ആർക്കില് പോയിട്ട് ഫെയ്ഡ് സമയം കളയത് ഇയാളെ സുന്ദരനാക്കോ സുന്ദര. ബിയേഡ് കണ്ട, അത് ഇങ്ങനെ സൈഡിലോട്ട് ആർക്കിട്ടിട്ടത് ഫെയ്ഡ് ചെയ്യുന്ന കണ്ട, ഇതാണ് ബിയേഡ്. ഇത് രണ്ടും കൂടി ആ മോനെ സെറ്റ് ആയി എനിക്ക്. അനങ്ങാതിരുന്നോ, ഇന്ന് ഈ മീശമ ഞാനൊരു താജ്മഹാള് പണിയും. ഞാനാണെങ്കിൽ അപ്പൊ അത് സമ്മതിക്കുകയും ചെയ്തു. പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത്. കണ്ടിട്ട് ഇത് തന്നെ ചെയ്യണമെന്നും പറഞ്ഞ് പോയി ചെയ്യിപ്പിക്കാൻ പോയതാ ഞാൻ. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. അയ്യോ ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ. ഇത് പന്ന ഫെയ്ഡാണെന്ന് നോക്കിയ പൊക്കത്ത് ആദ്യത്തൊക്കെ ഇത് ഓർക്കുണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ട് അവൻ ഓർക്കിന് പോലെ ഏഴുണ്ടാക്കി വെച്ചിരിക്കുന്നു. അയ്യന്റെ മോനെ, ഇവിടുന്നാണ് ഫെയ്ഡ് വരേണ്ടത്. ആ തെണ്ടി ഉണ്ടാക്കി ഇവിടെ വെച്ച് ഫെയ്ഡാക്കി. എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ ഒറ്റടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. പിന്നെ ഞാൻ കൊണ്ട് ക്ലീൻ ചെയ്യാൻ മേടിച്ചു പുല്ല്. ഞാൻ അച്ഛനാ പള്ളിയിലച്ഛൻ ഇങ്ങനെ താടി വെച്ച് കിടക്കാൻ. പറ്റിപ്പോയി. സെറ്റാക്കി തരാന്ന് കഴിവില്ലാത്ത കൊറേ പൊട്ടന്മാരുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? സെറ്റാക്കി നടക്കുന്നത് എന്തുണ്ടാക്കി സെറ്റാക്കാനെ മോന്ന് 13 വർഷമായിട്ട് പഠിക്കാത്ത താടി ഞാൻ പഠിച്ച്. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. ഞാൻ കട പൈസ കൊടുക്കുന്നില്ല. മാനേജർ അവിടുത്തെ പാചകം വിളിച്ചു, ആ നല്ല രസം ഇങ്ങനെ നടന്നു ചോദിച്ചു. എനിക്ക് വീഡിയോ ഉണ്ടാകട്ടായിരുന്നു പുല്ല്. അവന്റെ നോട്ടം കണ്ടില്ലേ? അടിച്ച് ചവിട്ടി പൊളിക്കോ വേണ്ടത്. ഒരു താത്തി ഉണ്ടാക്കണ ഇവന്മാരൊക്കെ പോയി വേറെ കളിക്കുവാ പുല്ല്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. കലിപ്പ് തീരുണ്ടോ ദൈവമേ? ഇനി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല.